സഹോദരങ്ങളെ, എവിടെ നോക്കിയാലും ഫ്ലക്സ് വെക്കുന്നതൊക്കെ അതൊക്കെ ഈ എന്താ പറയാ സ്പോർട്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ വേണം. പക്ഷെ എന്റെ മനസ്സിനെ സ്വാധീനിച്ചത് ആ എഴുതി വച്ചിരിക്കുന്ന ഓരോ ഫ്ലക്സിലും എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങളാണ്. മുത്തുനബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ വാപ്പായെ കുറിച്ച്, ജന്മം കൊടുത്ത ഉപ്പയല്ലേ, ജന്മം കൊടുത്ത ഉപ്പാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. 10 മാസം ഗർഭം ചുമന്ന് വേദനയും സഹിച്ചു പ്രസവിച്ച ഉമ്മ, നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഉമ്മാനെ കുറിച്ച് ഒരു മക്കൾ ഇങ്ങനൊന്നും പറയാറില്ല. അതിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ കണ്ട പടച്ച റബ്ബേ, അള്ളാഹു ഉമ്മത്തിനെ നന്നാക്കുമാറാകട്ടെ, അള്ളാഹു ഉമ്മത്തിനെ നന്നാക്കുമാറാകട്ടെ. ഞാനിങ്ങനെ ആലോചിച്ചു, ഞങ്ങളുടെ ഓരോ പള്ളികളുടെ ഫ്രണ്ടിൽ പോലും ഏറ്റവും കൂടുതൽ നീളമുള്ള ഫ്ലക്സ് വെക്കുന്നത് ആരാ? ഇപ്പൊ അവരാ മുമ്പന്തിയിൽ ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ് മത്സരിച്ച ഓരോ പള്ളിയുടെ മുമ്പിലും നിരത്തി വെച്ചിരിക്കുക. പിന്നെ നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോ കാണാനൊരു സന്തോഷമുണ്ട്. ഒരു ഫ്ലക്സേ ഉള്ളൂ, പക്ഷെ 5 കൊടിയും ഉണ്ട്, 5 രാജ്യത്തിന്റെ കളിക്കാരും ഉണ്ട്, ഒത്തൊരുമയുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. അപ്പൊ ഞാനിങ്ങനെ ഇസ്മായിൽ കാസിമിയുടെ വീട്ടിലോട്ട് പോണ വഴി നോക്കുമ്പോ ഒരു ഫ്ലക്സും 5 കൊടിയും കെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് 5 രാജ്യക്കാരാ. കൊള്ളാം, ഒരു ചെലവ് ചുരുക്കലായിരിക്കാം. 5 രാജ്യത്തിന്റെ കളിക്കാരുടെ എല്ലാവരുടെയും കൂടെ വെച്ചിട്ട് ഒരു ഫ്ലക്സ്. അൽഹംദുലില്ലാഹ്, എന്തും ആകട്ടെ, അതിലൊന്നും കാര്യമില്ലടാ ചെറുപ്പക്കാരാ. ഇതൊക്കെ ഈ ഓളവും ബഹളവും ഒക്കെ ഇപ്പൊ കഴിയും, ഇതൊക്കെ അങ്ങ് കഴിയും. പക്ഷെ അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അള്ളാഹു നമുക്ക് ആ ജീവിതത്തിൽ രക്ഷപ്പെടുന്നവർ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കുറിച്ച് അള്ളാഹു പുകഴ്ത്തി പറയുകയാ. മനുഷ്യന്മാരൊന്നും അല്ലല്ലോ പറഞ്ഞേ. മനുഷ്യന്മാര് പറഞ്ഞാൽ തന്നെ കേൾക്കാൻ എന്തൊരു രസവാ. ഇപ്പൊ ഈ ഇരിക്കണ സദസ്സിൽ നിന്നുകൊണ്ട് ഈ ഇരിക്കണ ഇത്ര ആൾക്കാരുടെ ഇടയിൽ ചങ്ങാതി, ഒരു നല്ല ചങ്ങാതി, എഴുന്നേറ്റ് വാ എന്ന് പറയും പോനുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അള്ളാഹ് തന്നെ ഒരാളെ പുകഴ്ത്തി പറയണമെങ്കിൽ മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് പറയുമെന്ന, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. എപ്പോഴും സ്വാഗതം. റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ പോലും മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ മുമ്പിൽ 70,000 മലക്കുകൾ ഇറങ്ങി വരും. ഒരു മലക്കൊന്നുമല്ല, 70 മുതൽ 70,000-ഓളം വരുന്ന മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. മലക്കുകൾ വന്നിട്ട് ചോദിക്കുക, എന്തിനാ നീ കരയണേ, എന്തിനാ നീ സങ്കടപ്പെടണേ? അല്ലാഹു അലം പടച്ചവനെ, അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഖുർആനിലൂടെ അല്ലാഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ ഒരു അടിമയ്ക്ക് 3 അടയാളമുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എത്ര അടയാളമുണ്ട്? ആ ഒരു അടിമ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല. ആ അടിമ ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോ എല്ലാരും പറയും ഞാനായിരിക്കും. പക്ഷെ ആ അടിമ ആരാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളം അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ആ അടിമയുടെ അടയാളം പറയുകയാ. ആ അടിമയ്ക്ക് 3 അടയാളമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരുന്നത്. ഈ പറയുന്ന അടയാളം പെങ്ങളെ നിനക്കുണ്ടോ? 10, 50, 60 വയസ്സുള്ള ഉമ്മമാരെ, ഈ പറയുന്ന അടയാളം നിനക്കുണ്ടെങ്കിൽ നീ സ്വർഗത്തിലാണെന്ന് പറഞ്ഞത് സിറാജല്ല, ഏതെങ്കിലും തങ്ങന്മാരല്ല, ഏതെങ്കിലും പണ്ഡിതന്മാരല്ല. ഈ ലോകത്തിന്റെ ദിവനായ പടച്ച റബ്ബ് പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന വാപ്പാ, അടയാളമുണ്ടോ എന്ന് നോക്ക്. ഈ പറയുന്ന സ്വഭാവം നിനക്കുണ്ടോ? ഈ പറയുന്ന സ്വഭാവ ഗുണം ആർക്കാണുള്ളത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെടുന്നതാ അടയാളം പറയുകയാണ്. ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെടുന്ന പറയുന്ന ഒന്നാമത്തെ അടയാളം എന്താ? അല്ലദീന ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പെടുന്ന പറയുന്ന ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അല്ലാഹുവിനെ വല്ലാതെ പേടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആരാ?
മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാ? തൊപ്പിയും തഴമ്പും താടിയും ജുബ്ബയും ഇട്ടവന് മാത്രമല്ല. ആരാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്നറിയുവോ? ഒരു മുഅ്മിനിന്റെ അടയാളം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു മുഅ്മിനിന്റെ അടയാളം പറയുകയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ പേരെന്ന് പറഞ്ഞാൽ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ വജിലതു ഖുലൂബുഹും, അവന്റെ ഹൃദയമൊന്ന് കിടുങ്ങുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ജീവിതത്തിൽ ചെയ്തു കൂട്ടി അപരാധങ്ങൾ മുഴുവൻ അവന്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. പടച്ചവരെ, ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും അവൻ ഏറ്റുപറയുകയാണ്. അവന് പശ്ചാത്തപിച്ചു മടങ്ങുകയാണ്. അല്ലാഹ് എന്ന് പറഞ്ഞ പേടിക്കുന്ന ആരാവുള്ളത്? ഫർദയും ഹിജാബും കയ്യിൽ തസ്ബീഹും പിടിച്ച് ഈ പുണ്യമായ മജ്ലിസിൽ കടന്നു വന്ന ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത പറഞ്ഞ പെണ്ണാരെന്നറിയോ? അവൾക്ക് അല്ലാഹുടെ പേര് കേൾക്കുന്നത് പേടിയാ. അല്ലാഹ് പറഞ്ഞ കരയും പെങ്ങള്, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന മുഖമങ്ങ് മാറുകയാണ്, കണ്ണുകൾ നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, ശരീരം തളരുകയാണ്. പടച്ചവനെ, അവൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. അതുകൊണ്ട് ഖുർആൻ പറയുകയാ, സ്വർഗത്തിന്റെ അവകാശിയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അവൻ അല്ലാഹുവിനെ വല്ലാത്ത ഭയമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഒരു പ്രാവശ്യമല്ല 1,00,000 പ്രാവശ്യം അല്ലാഹ് 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 1,00,000 പ്രാവശ്യം നിന്റെ ചെവിയുടെ ചാരത്ത് വന്നിരുന്ന് പറഞ്ഞാൽ പിടയ്ക്കുമോ നിന്റെ ഹൃദയം? വിറയ്ക്കുമോ നിന്റെ കൈകാലുകൾ? നിന്റെ കണ്ണ് നിറയുമോ ചെറുപ്പക്കാരാ? പടച്ചവനെ, ഭയമില്ലടോ നമുക്ക്. അല്ലാഹ് ആരാണെന്നറിയില്ലല്ലോ. അല്ലാഹ് ആരാണെന്നറിഞ്ഞാലല്ലേ പേടി വരൂ. അല്ലാഹ് ആരാണെന്നറിഞ്ഞാലല്ലേ ഭയം വരൂ. നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല. അല്ലാഹുവിനെ കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ, പടച്ചവനെ കുറിച്ചുള്ള ഭയമുണ്ടാകുമായിരുന്നെങ്കിൽ, പടച്ചവനെ, നമ്മളൊന്നും ഒരിക്കലും ഇങ്ങനെയാകില്ലായിരുന്നു. നമ്മൾ ഒരിക്കലും പാപം ചെയ്യില്ലായിരുന്നു. ഇന്ന് അല്ലാഹുവിനെ ഭയമില്ലാതെ പോയിരിക്കുകയാണ്. എന്ത് തെറ്റും ചെയ്യാനുള്ള മനസ്സാണ്. ഏത് തെറ്റും ചെയ്യാൻ പേടിയില്ലടോ. പടച്ചവനെ, പണ്ട് പേടിയായിരുന്നു, തെറ്റുകൾ ചെയ്യാൻ ഭയമായിരുന്നു. ഇന്ന് പേടിയൊക്കെ മാറി. ഇന്നേതു പാപത്തിനെയും നിസാരമായി കാണുകയാണ്. മുത്തുനബി പറഞ്ഞു, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം കടന്നു വരും. അന്ന് പാപമെന്ന് പറയുന്നത്, അന്ന് പാപം ചെയ്യുന്നത് മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പായിച്ച് കളയുന്നത് പോലെയാ. ഇന്ന് നമ്മൾ ഓരോ പാപം ചെയ്തിട്ട് പറയുന്നത്, ഓരോ മനുഷ്യൻ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇതൊക്കെ പാപമാണോ? ഇതൊക്കെ പാപമാണോ? നിസ്സാരമാക്കുകയാണ്. അത് പാപത്തിന്റെ ഗണത്തിൽ എണ്ണപ്പെടുന്നില്ല. പെങ്ങളെ, കള്ള് കുടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, 7 വൻപാപങ്ങൾ നമ്മളെ ചെയ്യുന്നില്ല. പക്ഷേ ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, അതിനെ പരിഗണിക്കാറില്ല. നമ്മൾ പല പാപങ്ങളെയും പാപങ്ങളാണെന്ന് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കടന്നു വരണം. പടച്ചവനെ കുറിച്ചുള്ള പേടി വേണം. എന്തും അല്ലാഹു ചോദിക്കുന്ന ഒരു ദിനം വരാനുണ്ടെന്നുള്ള ഓർമ്മ വേണം. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, മക്കളെ, കളിയും ചിരിയും തമാശയും അടിച്ചു പൊടിക്കും ആസ്വദിക്കലും ഇന്നത്തെ യുവതലമുറ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാ. സിറാജേ, ജീവിതം നിങ്ങളൊക്കെ പറയുന്നത് പോലെ
ജീവിക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി തേച്ച് പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരുപാട് ചിരിക്കല്ലേ മോള്, ഒരുപാട് തമാശയും കളിയും ചിരിയുമാണ്. ഏതൊരു മനുഷ്യന്റെയും മുഖത്ത് നോക്കുമ്പോ വല്ലാത്ത ചിരിയാണ്. ഏത് സ്ഥലമാണെന്ന് നോക്കാറില്ല, എവിടെയും ചിരിയും കളിയും തമാശയുമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത്, സ്വഹാബാ നിങ്ങൾ അധികമായിട്ട് ചിരിക്കല്ലേ, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കാവൂ, നിങ്ങൾ അധികമായിട്ട് കരയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കളിയും ചിരിയും തമാശകളുമായി ജീവിതം ആസ്വദിച്ച് നടക്കുമ്പോ ഒരുപാട് ചിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാണ്, കൂട്ടുകാരും കുടുംബക്കാരും ഒരുമിച്ച് കഴിയുമ്പോ പെങ്ങളെ വല്ലാതെ ചിരിക്കുന്ന പെണ്ണേ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ മോളെ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്ക്. എന്തിനാ നോക്കാൻ പറഞ്ഞതെന്നറിയോ? കുല്ലുംബ്രിഇൻ മോ സബ്ബഹും ഫീ അഹ്ലിഹി വൽമൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്, ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ കാബിലുൽ അർവാഹു മലക്ക് അസ്റായീൽ മക്കളെ കടന്നു വരാനുള്ള സമയമുണ്ടല്ലോ, ആ മരണം നിന്റെ കൂടെ നടക്കുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാകണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്ന് തെറ്റു ചെയ്യാ പേടിയില്ലടോ. നിസ്കരിക്കുന്നവനും കള്ളു കുടിക്കുകയാ, കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കുന്നുണ്ട്, കള്ളു കുടിക്കുന്നവന് പള്ളിയിൽ വരുന്നുണ്ട്, കഞ്ചാവടിക്കുന്നവന് പള്ളിയിൽ വരുന്നുണ്ട്. ഏത് നല്ല കാര്യം ചെയ്യുന്നു അതുപോലെ പാപവും ചെയ്യുന്നു, ഒരു ഭയമില്ലാതെ പോയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് തെറ്റു ചെയ്യാൻ അവസരം വല്ലാത്ത കൂടുതലാ പോരെ.